പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിലെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് നാളെ മുതൽ, അതായത് ജൂലൈ 17 മുതൽ ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. 2025 ഡിസംബർ 31 മുൻപേ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടികളും എത്തിച്ചേർന്നു. ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിനോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം കൂടി നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ വാർദ്ധക്യകാല പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള നിയമങ്ങൾ കൂടി കർശനമാക്കിയിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി ചൊവ്വാഴ്ച കടമെടുപ്പ് ലേലം നടത്തും. തുക വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുകയും ചെയ്യും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യമാണ് എത്തിച്ചേരാൻ പോകുന്നത്. ജൂലൈ മാസത്തിൽ നിലവിൽ സർക്കാർ 2000 രൂപ വീതമുള്ള വിതരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ തുക ഒരുമിച്ച് എത്തിച്ചേരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. 2000 രൂപയുടെ വീതം 2 ഗഡുക്കൾ, അതായത് 4000 രൂപ വരെയാണ് ഓരോ ഗുണഭോക്താവിനും എത്തിച്ചേരുക. ഒരു മാസത്തിലെ തുക അഡ്വാൻസായി നൽകുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. അതേസമയം അർഹരായവർക്ക് പുതുതായി പെൻഷനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞു എന്ന് കരുതി പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനായി സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അപേക്ഷകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ യഥാർത്ഥ നിബന്ധനകൾ എന്തൊക്കെയാണ് ഉള്ളതെന്നും ആർക്കൊക്കെയാണ് ഇതിന് അർഹതയുള്ളതെന്നും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അപേക്ഷകൾ നിരസിക്കാൻ സാധ്യതയുള്ളതെന്നും കൃത്യമായി മനസ്സിലാക്കുക. പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നിബന്ധന അപേക്ഷകൻ്റെ കുടുംബവാർഷിക വരുമാനമായി ബന്ധപ്പെട്ടുള്ളതാണ്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരിധി പ്രകാരം കുടുംബത്തിൻ്റെ ആകെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ ഒട്ടും കവിയാൻ പാടുള്ളതല്ല. വരുമാന പരിധി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായാൽ സാധാരണഗതിയിൽ അർഹത നഷ്ടപ്പെടും. കൂടാതെ ഔദ്യോഗിക രേഖകളിൽ അപേക്ഷകൻ ഒരു അഗതിയായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തമായി ജീവിക്കാൻ യാതൊരുവിധ സാമ്പത്തിക മാർഗങ്ങളും ഇല്ലാത്ത, മറ്റുള്ളവരുടെ സഹായത്തെയും സംരക്ഷണത്തെയും പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. അപേക്ഷകന് നിർബന്ധമായും സംരക്ഷിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള മറ്റാരെങ്കിലും നിയമപരമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അർഹത പരിശോധിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ അത് പ്രത്യേകം പരിഗണിക്കുന്നതായിരിക്കും. മറ്റു പെൻഷനുകളോ സാമ്പത്തിക ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അടുത്ത പ്രധാന നിബന്ധന. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വിരമിച്ച് നിലവിലെ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ കുടുംബ പെൻഷനോ വാങ്ങുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ ചെറിയൊരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതായത് മാസം പരമാവധി 4000 രൂപ വരെ എക്സ് ഗ്രാൻഡ് പെൻഷനോ NPS പെൻഷനോ വാങ്ങുന്ന ആളുകൾക്ക് ഈ നിബന്ധനയിൽ ഇളവ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്കും പൊതുവെ ഇതിൽ അർഹതയില്ലെങ്കിലും ഭിന്നശേഷിക്കാരായ ഗുണഭോക്താക്കൾക്ക് ഈ നിബന്ധന ബാധകമല്ല. അപേക്ഷകൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെയോ പേരിൽ ആകെ 2 ഏക്കറിലധികം ഭൂമി ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല എന്നതാണ് ഒരു പ്രധാന നിബന്ധന. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഭൂമിയുടെ ഈ നിബന്ധന ബാധകമല്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ 1000 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള സ്വകാര്യ 4 ചക്ര വാഹനങ്ങൾ അഥവാ വലിയ കാറുകൾ സ്വന്തമായി ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ടാക്സി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും പഴയ അംബാസഡർ കാറുകൾക്കും പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് അഥവാ ആദായ നികുതി അടക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് കണക്കാക്കുന്നതിനാൽ അവർക്കും ഈ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. താമസം, വീടിൻ്റെ വിസ്തീർണം എന്നിവയുമായി ബന്ധപ്പെട്ടും ചില കർശനമായ വ്യവസ്ഥകൾ നിലവിലുണ്ട്. അപേക്ഷകൻ്റെ കുടുംബത്തിന് 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച ടൈലോ മാർബിളോ പാകിയ
കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാകാൻ പാടില്ല. വലിയ വീടുകൾ ഉള്ളവരെ സാമ്പത്തിക നിലയിലുള്ളവരായി പരിഗണിക്കുന്നതിനാലാണ് ഇത്. കൂടാതെ അപേക്ഷകൻ സ്ഥിരമായി ഏതെങ്കിലും അഗതി മന്ദിരത്തിലെ അന്തേവാസി ആകരുത്. ഇത്തരം സാഹചര്യങ്ങളിൽ പെൻഷന് അർഹത വ്യത്യസ്തമായ രീതിയിലാണ് സർക്കാർ പരിശോധിക്കുന്നത്. ഔദ്യോഗിക നിബന്ധനകൾ പ്രകാരം അപേക്ഷകൻ യാചകനാകരുത് എന്നുള്ള ഒരു വ്യവസ്ഥയുമുണ്ട്. പ്രായത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപേക്ഷകന് കുറഞ്ഞത് 60 വയസ്സ് പൂർത്തിയായിരിക്കണം. 60 വയസ്സിന് താഴെയുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല എന്നുള്ളത് മാത്രമല്ല, പ്രായം തെളിയിക്കുന്ന കൃത്യമായ ഔദ്യോഗിക രേഖകൾ പെൻഷനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. താമസ സ്ഥലവും അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയും നോക്കുകയാണെങ്കിൽ അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമായിട്ട് കുറഞ്ഞത് 3 വർഷമെങ്കിലും പൂർത്തിയായിരിക്കണം. അപേക്ഷകർ നിലവിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷ വെക്കേണ്ടത്. ഒരു വ്യക്തി ഒരേ സമയം ഒന്നിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നത് നിയമവിരുദ്ധമാണ്. പലരും കരുതുന്നത് പ്രായം 60 കഴിഞ്ഞാലുടൻ പെൻഷൻ കിട്ടുമെന്നാണ്. എന്നാൽ വരുമാനം, വീടിൻ്റെ അളവ്, വാഹനം, മറ്റു പെൻഷനുകൾ, കുടുംബത്തിൻ്റെ ആകെ സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം ഒരുമിച്ച് പരിശോധിച്ച ശേഷം മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. പുതിയ പെൻഷൻകാർ അപേക്ഷ വെച്ച ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്നുള്ളത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ പെൻഷന് അപേക്ഷ വെച്ചിട്ടുള്ളത് ആ സ്ഥാപനത്തിലെത്തി ചെക്ക് ചെയ്യേണ്ടതാണ്. ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി ജൂലൈ മാസത്തോടുകൂടി കേരള ഗവൺമെൻറ് കടപ്പത്ര ലേലം ഇറക്കുകയാണ്. ജൂലൈ 23 മുതൽ 26 വരെയുള്ള തീയതിക്കുള്ളിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങും. 27, 28 തീയതികളിൽ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും. ഓഗസ്റ്റ് മാസം 5-ന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം. ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ചെത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടി സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായ PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 27 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് വീണ്ടും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് KYC പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെൻ്ററുകളെയോ സമീപിച്ച് ഗുണഭോക്താക്കൾക്ക് KYC പൂർത്തീകരിക്കാം. 2018 വർഷം മുതൽ സ്വന്തമായി കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്ക് ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ വയ്ക്കാവുന്നതാണ്. 2018 കരമടച്ച രസീതിൻ്റെ കോപ്പി ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. കരമടച്ച രസീതിനോടൊപ്പം റേഷൻ കാർഡിൻ്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ ഉപയോഗിച്ച് കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 24ാം ഗഡുവായി 2000 രൂപ വീതം വിതരണം ആരംഭിക്കും. ഓണത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ ഉൾപ്പെടെ പരമാവധി 5000 രൂപ വീതമാണ് ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുക. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും UDF സർക്കാരിൻ്റെ ഓണസമ്മാനം 2% ക്ഷാമബത്ത ഓഗസ്റ്റിൽ അനുവദിക്കും. ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിനൊപ്പം ഉയർന്ന തുക ലഭിക്കും. ഓഗസ്റ്റ് അവസാന ആഴ്ച ഓണമായതിനാൽ ആ മാസത്തെ ശമ്പളം നേരത്തെ നൽകേണ്ടി വരും. ഒരു ഗഡു DA നൽകാൻ 60 കോടി രൂപയോളം അധികമായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വർഷം ആദ്യം ലഭിക്കേണ്ട ജീവനക്കാരുടെ ഒരു ഗഡു DA കുടിശ്ശികയാണ്. ഇതാണ് ഓഗസ്റ്റിൽ നൽകുക. ക്ഷാമബത്തക്കൊപ്പം പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസവും ലഭിക്കും. ക്ഷാമബത്തക്ക് മുൻകാല പ്രാബല്യം നൽകണോ എന്ന കാര്യം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില പരിശോധിച്ച ശേഷം ധനവകുപ്പ് തീരുമാനമെടുക്കും. അതിനാൽ മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന കാര്യം പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും സമയത്ത് കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റൊരറിയിപ്പ്, പ്രവാസി മലയാളികൾക്കായുള്ള ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയെ അറിയിച്ചു. 2026 ജനുവരി വരെ കേരള പ്രവാസി ക്ഷേമ ബോർഡിന് ലഭിച്ച നിരവധി പെൻഷൻ അപേക്ഷകൾ ഇതുവരെ പരിഗണിക്കാത്തതും അതിനുശേഷം ലഭിച്ച അപേക്ഷകളിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്തതും ആശങ്കയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസി ക്ഷേമ പെൻഷനുകളുടെ വിതരണം കാര്യക്ഷമമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രവാസി
മലയാളികളുടെയും സാമൂഹിക സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും അവർക്കുള്ള ക്ഷേമ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡ് രൂപീകരിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ 18നും 60നും ഇടയിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വത്തിന് അർഹതയുണ്ട്. പെൻഷന് അർഹത നേടുന്നതുവരെ തുടർച്ചയായി വിഹിതം അടക്കുന്ന അംഗങ്ങൾക്ക് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കി. 2026 മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം ക്ഷേമനിധിയിൽ ഏകദേശം 9.5 ലക്ഷം അംഗങ്ങളും 94,000-ലധികം പെൻഷൻകാരുമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന അംഗങ്ങൾക്ക് 3,500 രൂപയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മടങ്ങിയെത്തിയവർക്കും 3,000 രൂപയുമാണ് ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ. പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും വ്യക്തമാക്കി. നേരിട്ട് ഹാജരാകാൻ കഴിയാത്തവർക്ക് ഇന്ത്യയിലാണെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളോ വിദേശത്താണെങ്കിൽ ഒരു ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാം. വിദേശത്ത് പെൻഷൻകാർ എംബസികൾ വഴി സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് വിദേശ ഡയറക്ടർമാരുടെ സ്വകാര്യ ഇമെയിൽ അക്കൗണ്ടുകൾ വഴി അയക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കാൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള ഇടവേള നീട്ടുക, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഇതിനായി സ്വീകരിക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റൊരറിയിപ്പ്, റബ്ബർ കൃഷി കൂടുതൽ ലാഭകരമാക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനുമായി റബ്ബർ ബോർഡ് വിവിധ സബ്സിഡികളും ധനസഹായങ്ങളും പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ: റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി. ചെറുകിട കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനുള്ള ഇൻസെന്റീവ് നിരക്ക് 250 രൂപയായി ഉയർത്തി. വിപണി വിലയും ഈ തുകയും തമ്മിലുള്ള വ്യത്യാസം സബ്സിഡിയായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. പഴയ മരങ്ങൾ വെട്ടിമാറ്റി പുതിയവ വെക്കുന്നതിനും ഹെക്ടറിന് 40,000 രൂപ സബ്സിഡി ലഭിക്കും. ടാപ്പിംഗ് മഴക്കാലത്തും മുടങ്ങാതിരിക്കാൻ 4,000 രൂപ ധനസഹായം. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പെൻഷൻ. 60 വയസ്സ് കഴിഞ്ഞ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പ്രതിമാസം 2,000 രൂപ പെൻഷൻ ലഭിക്കുന്നു. ആരോഗ്യ സുരക്ഷ. ക്യാൻസർ, ഹൃദ്രോഗം പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് 10,000 മുതൽ 50,000 രൂപ വരെ ചികിത്സാ ധനസഹായവും അനുവദിക്കും. ടാപ്പിംഗിനിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസുമുണ്ട്. വീട് നിർമ്മിക്കുന്നതിനായി 50,000 രൂപ വരെ അല്ലെങ്കിൽ ചിലവിൻ്റെ 25% സാമ്പത്തിക സഹായം ഉറപ്പു നൽകുന്നു. വനിതാ തൊഴിലാളികളുടെയോ അവരുടെ പെൺമക്കളുടെയോ വിവാഹത്തിന് 25,000 രൂപയും പ്രസവ ആനുകൂല്യമായി 15,000 രൂപയും നൽകുന്നു. തൊഴിലാളികളുടെ മക്കൾക്ക് 1,500 മുതൽ 16,000 രൂപ വരെ സ്കോളർഷിപ്പും ഹോസ്റ്റൽ സൗകര്യവുമുണ്ട്. കർഷകരുടെയും ടാപ്പിംഗ് തൊഴിലാളികളുടെയും ക്ഷേമവും വിപണിയുടെ സുതാര്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യൻ റബ്ബർ മേഖല വലിയ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. മറ്റൊരറിയിപ്പ്, SMAM പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിന് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യമെന്ന മുൻഗണനാക്രമമാണ് സ്കീമിൽ ഉണ്ടാവുക. ജൂലൈ 1 മുതൽ തന്നെ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി ജൂലൈ 17, 2026. കൂടുതൽ അറിയാനും അപേക്ഷകൾ സമർപ്പിക്കാനും അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. പുതിയ മാറ്റങ്ങളുമായി കേന്ദ്രം. മഞ്ഞ കാർഡുടമകൾക്കുള്ള സൗജന്യ അരി വിതരണത്തിൽ പരിഷ്കാരം. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി നടപ്പാക്കുന്ന അന്ത്യോദയ അന്ന യോജന പദ്ധതിയിൽ നിർണായക മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. നിലവിലെ നിയമപ്രകാരം മഞ്ഞ കാർഡുള്ള ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്നത് പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിക്കാറുണ്ട്. എന്നാൽ പുതിയ പരിഷ്കാരം വരുന്നതോടെ ഈ രീതി മാറും. കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും 7 കിലോഗ്രാം വീതമായിരിക്കും ഭക്ഷ്യധാന്യം അനുവദിക്കുക. അതേസമയം ഒരു കുടുംബത്തിന് പരമാവധി ലഭിക്കാവുന്ന റേഷൻ വിഹിതം 35 കിലോയായി തന്നെ പരിമിതപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ, കുറഞ്ഞ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇനി മുതൽ 35 കിലോ അരി മുഴുവനായി ലഭിക്കില്ല. മറ്റൊരറിയിപ്പ്, ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31 പ്രഖ്യാപിച്ചു. ITR 1, ITR 2 എന്നിവയ്ക്ക് കീഴിൽ വരുന്ന വ്യക്തിഗത നികുതിദായകർക്ക് പിഴ കൂടാതെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31. ശമ്പള വരുമാനക്കാർക്കും ബാങ്ക് പലിശ പോലുള്ള പരിമിതമായ മറ്റ് വരുമാന മാർഗങ്ങൾ ഉള്ളവർക്കുമാണ് സാധാരണയായി ITR 1 ബാധകമാകുന്നത്. എന്നാൽ മൂലധന നേട്ടങ്ങൾ, ഒന്നിലധികം വീടുകളിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ വാർഷിക വരുമാനം 50 ലക്ഷം രൂപയിൽ കൂടുതൽ
കൂടുതൽ ഉള്ളവർ ITR 2 ആണ് സമർപ്പിക്കേണ്ടത്. അവസാന നിമിഷത്തെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ തീയതിക്ക് മുൻപായി തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശമുണ്ട്. മറ്റൊരറിയിപ്പ്, ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കാലയളവിലെ വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞ കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് ആകെ അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതിയില്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ജൂലൈ മാസത്തെ റേഷൻ മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. നീല കാർഡിലെ സ്പെഷ്യൽ വിഹിതമായി 3 കിലോ ഗോതമ്പ് കിലോക്ക് 8.70 എന്ന നിരക്കിലും ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. മറ്റൊരറിയിപ്പ്, സർക്കാർ ജീവനക്കാർക്ക് സന്തോഷ വാർത്ത. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജീവനക്കാർ 8ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇനിയും 1 വർഷം കൂടി കാത്തിരിക്കേണ്ടതിൻ്റെ നിരാശയിലാണ് ജീവനക്കാർ. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ ചർച്ചകൾക്കിടെ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്ര ജീവനക്കാർ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നതിന് ഇടെയാണ് സർക്കാരിൻ്റെ നിർണായക ഉത്തരവ്. ആശ്രിത നിയമനം വഴി ജോലി ലഭിച്ച ഒരു വിഭാഗം ജീവനക്കാരെ പഴയ പെൻഷൻ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. കേന്ദ്ര പെൻഷൻ മന്ത്രാലയത്തിൻ്റെ പുതിയ വിശദീകരണമനുസരിച്ച് ആശ്രിത നിയമനത്തിനായി ജോലിയിൽ പ്രവേശിച്ച തീയതിയല്ല, മറിച്ച് അപേക്ഷിച്ച തീയതിയാണ് പഴയ പെൻഷൻ ലഭിക്കാനുള്ള മാനദണ്ഡമായി കണക്കാക്കുക. 2003 ഡിസംബർ 31-നോ അതിനു മുൻപോ ആശ്രിത നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ ഭരണപരമായ കാലതാമസം കാരണം 2004 ജനുവരി 1-ന് ശേഷവും ജോലിയിൽ പ്രവേശിച്ചവർക്ക് ഇനി പഴയ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടാകും. 2004 ജനുവരി 1 മുതലാണ് രാജ്യത്ത് പുതിയ നാഷണൽ പെൻഷൻ സിസ്റ്റം നിലവിൽ വന്നത്. അതിനു മുൻപ് അപേക്ഷ നൽകിയിട്ടും തസ്തികകൾ ഒഴിവില്ലാത്തതിനാലോ മറ്റ് ഓഫീസ് നടപടികൾ വൈകിയതിനാലോ 2004-ന് ശേഷം ജോലി കിട്ടിയവർക്ക് ഇതുവരെ NPS മാത്രമാണ് ലഭിച്ചിരുന്നത്. പുതിയ ഉത്തരവോടെ ഇതിന് മാറ്റം വരും. ഓൾ ഇന്ത്യ NPS എംപ്ലോയീസ് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും നിലവിൽ ഈ ഇളവ് ആശ്രിത നിയമനം ലഭിച്ച ഒരു പ്രത്യേക വിഭാഗത്തിനു മാത്രമാണ്. എല്ലാ ജീവനക്കാർക്കും പഴയ പെൻഷൻ ബാധകമാക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വിപണിയിലെ മാറ്റങ്ങളുമായി ബന്ധമില്ലാതെ ഒരു ജീവനക്കാരൻ അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതി തുക പെൻഷനായി ഉറപ്പ് നൽകുന്നതാണ് OPS. എന്നാൽ പുതിയ NPS പദ്ധതി വിപണിയിലെ നിക്ഷേപങ്ങളുടെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് OPS വേണമെന്ന ആവശ്യം ജീവനക്കാർ ശക്തമായി ഉന്നയിക്കുന്നത്. ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പുതിയ DA വർധനവിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം സെപ്റ്റംബറിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ വരെയുള്ള അഖിലേന്ത്യാ കൺസ്യൂമർ പ്രസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ വർധനവ് എത്ര ശതമാനമെന്ന് സർക്കാർ തീരുമാനിക്കുക. സെപ്റ്റംബറിൽ 3 മുതൽ 4% വരെ DA വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പ നിരക്കുകൾ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DAയിൽ 3% വർധനവ് ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. മറ്റൊരറിയിപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കാവുന്നതാണ്. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള 18-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ വയ്ക്കാം. വായ്പാ തുകക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ച് ആവശ്യമായ ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം നിലവിൽ ലഭിച്ചുവരുന്ന ഗുണഭോക്താക്കൾ തുടർ ധനസഹായം ലഭിക്കുന്നതിനായി സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയവ ഹാജരാക്കണമെന്നും ആശ്വാസകിരണം ധനസഹായത്തിനായി 2018 ഏപ്രിൽ 1 മുതൽ ലഭിച്ച അപേക്ഷ സമർപ്പിച്ചവരിൽ ഇതുവരെയും ധനസഹായം ലഭിച്ചിട്ടില്ലാത്തവർ സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള പുതുക്കിയ വ്യക്തിവിവരങ്ങളും ലൈഫ് സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും ഹാജരാക്കണം. മറ്റൊരറിയിപ്പ്, റേഷൻ കടകളിൽ എത്താൻ സാധിക്കാത്തവർക്ക് ആവശ്യമായ സാധനങ്ങൾ വീട്ടുപടി
പടിക്കൽ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണ സംവിധാനം തുടങ്ങാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമാണെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചു. പൊതുവിതരണം സാമ്പത്തിക ബാധ്യതയും മറ്റു പ്രശ്നങ്ങളും ബാധിക്കാത്ത തരത്തിൽ കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളത്. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും മുൻഗണനാക്രമത്തിൽ റേഷൻ കാർഡുകൾ നൽകുന്നതിനുള്ള നീക്കം ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശരിയായ മാർക്കറ്റ് തന്ത്രം പ്രയോജനപ്പെടുത്തി സപ്ലൈകോയുടെ പുനരുജ്ജീവനം സർക്കാർ ലക്ഷ്യമിടുന്നു. വൈവിധ്യവൽക്കരണത്തിലൂടെയും വിപുലമായ ഔട്ട്ലെറ്റ് ശൃംഖലയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെയും സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ സപ്ലൈകോക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും പ്രമുഖ സ്റ്റോറുകളെ സിഗ്നേച്ചർ മാർട്ടുകളായി വികസിപ്പിക്കുന്നതിനുള്ള പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്തു. പുതിയ കാലത്തെ വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ പരിഗണനയിലാണ്. ഓണക്കാലത്ത് സമഗ്ര വ്യാപാരമേളകൾ സംഘടിപ്പിക്കും. ഓണത്തിന് കുറഞ്ഞത് 20 ദിവസം മുൻപെങ്കിലും മേളകൾ ആരംഭിക്കാൻ കഴിയണമെന്നും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സബ്സിഡി ഇനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിവേഗം വിറ്റഴിക്കപ്പെടുന്ന ഉപഭോക്തൃ വസ്തുക്കളും ഉൾപ്പെടുത്തിയാകും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സമഗ്ര വ്യാപാരമേളകൾ ഒരുക്കുക. ജില്ലാ തലങ്ങളിലും നിയമസഭാ മണ്ഡല തലങ്ങളിലും വ്യാപാരമേളകൾ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം 2016 മുതൽ 10 വർഷം 13 സബ്സിഡി ഇനങ്ങളുടെ വില പരിഷ്കരിക്കാതിരുന്ന LDF സർക്കാർ തീരുമാനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നും കുറ്റപ്പെടുത്തി. സിവിൽ സപ്ലൈസ് വകുപ്പിനും അതിൻ്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ വിഭാഗമായ സപ്ലൈകോക്കുമായി ഏകദേശം 3000 കോടി രൂപയുടെ ബാധ്യതയാണ് ഉള്ളത്. ഇത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ ശേഷിയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മറ്റൊരറിയിപ്പ്: സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റവും ഇളവും സർക്കാരിനോട് ആവശ്യപ്പെടാൻ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ മൻഹ അവതരിപ്പിച്ച പ്രമേയം ഭരണസമിതി യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തീക്ഷ്ണമായ വേനൽ ചൂടിൽ ആശ്വാസം ലഭിക്കാൻ വീടുകളിൽ ഇന്ന് AC സ്ഥാപിക്കുന്നത് ആഡംബരമായി കാണാൻ കഴിയില്ലെന്നും ആവശ്യമായി കാണണമെന്നുമാണ് പ്രമേയത്തിൽ പറയുന്നത്. ക്ഷേമ പെൻഷനുകൾക്കായി സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ AC സ്ഥാപിച്ചിട്ടുണ്ടെന്ന മുഖ്യ കാരണത്താൽ നിരസിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. നിലവിൽ 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് ചട്ടമനുസരിച്ച് അർഹതയുള്ളൂ. സാമ്പത്തിക ശേഷിയുള്ള കാലത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ള 2000 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് ഇന്ന് സാമ്പത്തികമായി പിന്നോക്കമുള്ളവർ ഉണ്ട്. ഈ സാഹചര്യത്തിൽ വീടിന്റെ വിസ്തീർണ പരിധി 3000 ചതുരശ്ര അടിയെങ്കിലും ആക്കിയെങ്കിലും ഉയർത്തണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. കൂടാതെ ബന്ധുവീടുകളിൽ ആശ്രിതരായി താമസിച്ചു വരുന്നവരുടെ പെൻഷൻ അപേക്ഷകളും വീടിന്റെ വിസ്തീർണ കാരണത്താൽ നിരസിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലെ വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റവും ഇളവും വേണമെന്ന് പ്രമേയം അംഗീകരിച്ചുകൊണ്ട് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മറ്റൊരറിയിപ്പ്: കേരള സർക്കാരിൻ്റെ അഭയകിരണം പദ്ധതിയിലേക്കുള്ള 2026-27 വർഷത്തേക്കുള്ള അപേക്ഷ ആരംഭിച്ചു. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 വീതം ധനസഹായം ലഭിക്കുന്നു. ഒരു വനിതാ ശിശുവികസന വകുപ്പ് പദ്ധതിയാണിത്. അപേക്ഷിക്കാൻ അടുത്തുള്ള അംഗനവാടിയുമായി ബന്ധപ്പെടാവുന്നതാണ്. വിധവയെ പരിചരിക്കുന്ന മകൾ, മരുമകൾ, ബന്ധു എന്നിവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. മാസം 1000, വർഷത്തിൽ 12,000 ലഭിക്കും. സമീപത്തെ അംഗനവാടി ടീച്ചറെ കണ്ട് ഫോം വാങ്ങണം. 2026-27 വർഷത്തേക്കുള്ള അപേക്ഷയാണ് നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വിധവക്ക് 50 വയസ്സ് പൂർത്തിയായിരിക്കണം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.